കുട്ടികൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഹെഡ്ഫോൺ വെച്ച് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു യുക്തിവാദി പ്രചാരകന്റെ യുക്തിവാദ പഠന ക്ലാസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. യുക്തിവാദികൾ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം നൽകുന്ന പഠന ക്ലാസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അതിലെ ചില തെറിപ്പദങ്ങളിൽ മാത്രമാണ് ഞാൻ ബീപ്പ് സൗണ്ട് ഇടുന്നത്. കാരണം അത് വയലേഷൻ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ബാക്കി അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത്രയും ഓപ്പൺ ആയിക്കൊണ്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ അറിയണം, ഈ പറയുന്ന നവനാസ്തികത എന്ന് പറയുന്നത് എത്രമാത്രം അപകടം പിടിച്ച പരിപാടിയാണ് എന്ന് നിങ്ങൾ അറിയണം. ഈ നവനാസ്തികത മൂലം നമ്മുടെ കേരളത്തിലുള്ള ഈ മലയാളി സഹോദരങ്ങളിൽ പോലും എത്രമാത്രം അധപ്പതനത്തിലേക്കാണ് ഇവർ പോയിട്ടുള്ളത് എന്നത് നിങ്ങൾ അറിയണം. ഈ യുക്തിവാദ പഠന ക്ലാസ് എടുക്കുന്നത് നസീർ നാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു നവനാസ്തികനാണ്. അദ്ദേഹം നവനാസ്തികതയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയ വഴി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പല സംവാദങ്ങളിലും സംവാദകനായിക്കൊണ്ട് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ വാട്സപ്പ് സംവാദങ്ങൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള സംവാദങ്ങൾ, അതിലൊക്കെ സംവാദകനായി പോലും വന്നിട്ടുള്ള വ്യക്തിയാണ് നസീർ നാസ് എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മാള സ്വദേശിയാണ്. നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ പഠന ക്ലാസ്സിലേക്ക് പോകാം. കുടുംബ ബന്ധങ്ങൾ, കുടുംബം എന്നതാണ് അദ്ദേഹം ആദ്യമായി കൊണ്ട് തന്നെ വിശദീകരിക്കുന്നത്. എന്താണ് നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന കുടുംബ കാഴ്ചപ്പാട് എന്നത് നസീർ നാസ് വിശദീകരിക്കട്ടെ. കുടുംബം പൊളിക്കണം. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിത്തരമാണ്, തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ്. കുടുംബം പൊളിക്കണം. ഭാര്യക്കും ഭർത്താവിനും പണ്ണാൻ പറ്റിയ പോയി പണ്ണും, ഒരു സംശയവും. എന്റെ പെണ്ണ് പണിയാലും ഞാൻ പണിയാലും അതെന്റെ സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ കുടുംബം പൊളിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ മൂഞ്ചത്തരമാണ്. അത് ഞാൻ ചെയ്യണ്ടെങ്കിൽ ഞാനും അതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ സമ്മതിച്ച് 100% സമ്മതിച്ച്. കുടുംബം പൊളിക്കണം. കരാറുമില്ല, ഒരു ഇല്ല. ഇത് ഞാൻ ആവർത്തിച്ച് പറയും. എനിക്ക് ഒന്നും ഇതിൽ കൂട്ടിച്ചേർക്കാനില്ല. അദ്ദേഹം പറയുന്നത് കുടുംബം പൊളിക്കേണ്ടതാണ് എന്നാ പറയുന്നത്. ഭർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാൻ, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തെ പൊളിക്കണം എന്നതാണ് നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത പഠന ക്ലാസ്സിലേക്ക് പോകാം. ആ യുക്തിവാദികൾ മാത്രമുള്ള ഗ്രൂപ്പിൽ ഒരാൾ ചോദ്യം ചോദിച്ചു. ഒരു വ്യക്തിക്ക് തന്റെ അമ്മയുമായി കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന ആഗ്രഹം തോന്നി. അമ്മക്കും അതിന് സമ്മതമാണ്, കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. ഇദ്ദേഹം മറുപടി പറയട്ടെ. ഈ പയ്യനും ഈ തള്ളക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവര് ബന്ധപ്പെട്ട്, നിങ്ങൾ കോണ്ടം മേടിച്ചു കൊടുക്കുക, അവര് ബന്ധപ്പെട്ടെ. അതുകൊണ്ട് ഭൂമിയുടെ അച്ചുതണ്ടൊടിയോ അല്ലെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞ ആകാശത്തിന്റെ തൂണൊടിയോന്നുണ്ടെങ്കിൽ ആ കാര്യം ഇന്നൊന്നും അറിയിച്ചാൽ തിരക്കേടില്ല. പിന്നെ നമുക്ക് ഇനി പറയുമ്പോൾ പറയാല, ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി മേലിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാല. ഇതാണ് നവനാസ്തികത ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഒരു അമ്മയും മകനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, കോണ്ടം ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഈ ഭൂമിയുടെ അച്ചുതണ്ട് ഒടിയുമോ എന്നതാണ് നവനാസ്തികത ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ അച്ചുതണ്ട് ഒടിയില്ല, ആകാശം ഇടിഞ്ഞു വീഴില്ല. അതുകൊണ്ട് തന്നെ അമ്മക്കും മകനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നതാണ് നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഇനി അതേ ഗ്രൂപ്പിൽ വന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു മകന് തന്റെ അമ്മയോട് ഇത്തരത്തിൽ ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ തന്റെ പെങ്ങളോട് ഇത്തരത്തിൽ ആഗ്രഹം തോന്നി. എന്നാൽ ഈ ആഗ്രഹം അമ്മയോടോ പെങ്ങളോടോ തുറന്നു പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നസീർ നാസ് നൽകുന്ന മറുപടി അതൊന്ന് കേട്ടുവരാം. പിന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിന്ന് വാണം വിടാന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടില്ല, അവരെ കാണിക്കരുത്. അത് എക്സിബിഷനിസമാണ്. അപ്പൊ അവർക്കതൊരു ഭയങ്കര മനപ്രയാസവും വിഷമവും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല പെൺപിള്ളേരെ അവര് ഒരു ജനലിനൊരു ഗ്യാപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചല്ല, സ്വാഭാവികമായിട്ട് ആ പലകയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പിൽ കൂടെ നോക്കിയിട്ട് ഞാൻ ചില പെൺകുട്ടികളൊക്കെ നോക്കി നിന്ന് ഞാൻ വാണം വിട്ടിട്ടുണ്ട് ചെറുപ്പത്തില്. നല്ല രസമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിച്ച് വാണം വിടുന്നതിലും രസമാണ് ഇങ്ങനെ ഇതിൽ കൂടെ നോക്കി നിന്ന് വാണം വിടുന്നത്. എതിർലിംഗത്തിൽപ്പെട്ട ആളെ നോക്കി നിന്ന് അവരുടെ ആ പ്രധാന ഇതിലൊക്കെ നോക്കി. അപ്പൊ അവർക്കും ബുദ്ധിമുട്ടില്ല. അതായത് അവരത് നമ്മൾ അറിയുന്നോ കാണുന്നോ ഇല്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. സീക്രട്ടായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ആർക്കും നഷ്ടമില്ല ഇതില്. അപ്പൊ അതുപോലെ ഇപ്പൊ ഉമ്മയൊക്കെ ആവുമ്പോ അല്ലെങ്കിൽ പെങ്ങളൊക്കെ ആവുമ്പോ ഈ പ്രശ്നം വരില്ല, ഇത്രയും ഇത് വരില്ല. അവരെ ഇഷ്ടം പോലെ നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഏതെങ്കിലും പറ്റിയ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവർ പണിയെടുക്കുമ്പോൾ, അവർ തുണി അലക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പാത്രം കഴുകുമ്പോഴോ നോക്കി നിന്നിട്ട് വാണം വിടാൻ പറയാം. ഇപ്പൊ ഏകദേശം ലളിതമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉപദേശിക്കാവുന്ന കാര്യങ്ങൾ, ഇതൊന്നും മാൻഡേറ്ററി അല്ലാന്ന് ഞാൻ പറഞ്ഞ്, ഓപ്ഷണലാണ്. അപ്പൊ കാര്യങ്ങൾ ബോധവൽക്കരിക്കുക. എന്നിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അക്രമത്തിൽ പോവാണ്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവാം.
എനിക്ക് ഇദ്ദേഹം ഈ പറഞ്ഞ വാക്കുകളോട് ഒന്നും വിശദീകരിക്കാനില്ല, ഒന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ എന്നതാണ് ഖുർആന്റെ ചോദ്യം. അഥവാ നിങ്ങളുടെ തോന്നിവാസങ്ങൾ, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് ആ മനസ്സിനെ ദൈവമാക്കുക എന്നതാണ് ദേഹേച്ഛയെ ഇലാഹാക്കുക എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ മനസ്സെന്താണോ പറയുന്നത് ആ മനസ്സിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നതാണ് നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. എല്ലാ നിയന്ത്രണങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് എന്താണോ നമ്മളോട് ചെയ്യാൻ പറയുന്നത് അതിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് നവനാസ്തികതയുടെ ആദർശം എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇത്തരം മ്ലേച്ഛതകളിലേക്കാണ്. ഇത്തരം മ്ലേച്ഛ ചിന്താഗതികൾ ശരിയാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്കാണ് ഈ മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ നവനാസ്തികത എന്ന് പറയുന്നത് അത്യധികം അപകടം പിടിച്ച ഒരു ആദർശമാണ്. അത് ഓരോ വ്യക്തികളെയും നശിപ്പിച്ചു കളയുന്നു, കുടുംബങ്ങളെ നശിപ്പിച്ചു കളയുന്നു, ഈ സമൂഹത്തെ നശിപ്പിച്ചു കളയുന്നു. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ആശയത്തിന് വേണ്ടി, ഈ പറയുന്ന നവനാസ്തിക ആശയത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത മാസം ഒക്ടോബറിലാണല്ലോ ലിറ്റ്മസ് എന്ന പേരിലുള്ള ഈ പറയുന്ന ആശയ പ്രചാരണത്തിന് വേണ്ടി വയനാട് വെച്ചൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പുതിയ തലമുറയെയാണ് ഇവർ നോട്ടം വെച്ചിട്ടുള്ളത്. ഇവർ പുതിയ തലമുറയോട് സംസാരിക്കുന്നത് എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയൂ, എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിയൂ, നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്താണോ ശരിയെന്ന് പറയുന്നത് ആ ശരികൾക്കൊപ്പം സഞ്ചരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പഠന ക്ലാസ് ആണല്ലോ നമ്മൾ കണ്ടത്. നമ്മുടെ യുവാക്കളെ ഇവർ എങ്ങോട്ടാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, അടിച്ചോടിക്കണം ഇത്തരത്തിലുള്ള ആളുകളെ, അടിച്ചോടിക്കണം ഈ നവനാസ്തിക കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ഇത്തരം വൃത്തികെട്ട, അഥവാ ജന്തുക്കളെക്കാൾ മോശമായത് എന്ന് നമ്മൾ പറയില്ലേ, അതിനേക്കാൾ മോശമായ ഈ മനുഷ്യക്കോലങ്ങളുണ്ടല്ലോ, ഇവരെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും തന്നെ അടിച്ചോടിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.